നിനക്ക് ആനക്കുട്ടിയായിട്ട് എന്തോടെ പ്രശ്നം? ഞാനുമായിട്ട് എന്തോ പ്രശ്നം? പിന്നെന്തിനാ നമ്മളെ അടിച്ചത്? എനിക്കെങ്ങനെ അറിയാം? ചിലപ്പോ ആള് മാറി അടിച്ചതായിരിക്കും. എന്റെ ബലമായ സംശയം ഇവന്മാരാള് മാറി അടിച്ചത് തന്നെ. ഡിറ്റക്റ്റീവ് മാത്രമല്ല, അവരുടെ അസിസ്റ്റന്റും ഉണ്ടായിരുന്നു. നിങ്ങൾ 4 പേർ, അവർ 2 പേർ. എന്തു പറ്റിയടാ? കമോൺ ടെൽ മീ. അവര് 18 അടവുകളും പയറ്റി തെളിഞ്ഞവരാന്നാ തോന്നുന്നത്. നാടൻ അടവുകൾക്ക് പുറമെ കറാറ്റെ, കുങ്ഫു, ജൂഡോ എന്ന് വേണ്ട വേറെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അറിയാവുന്നവരവര്. നിന്റെ കയ്യിൽ ഒതുങ്ങിയില്ലല്ലേ? സാരമില്ല, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. നിന്റെ ഫ്രണ്ടിന്റെ വീട് തന്നെയല്ലേ? എന്താന്ന് വെച്ചാ വേഗം വേണം. കോളേജിൽ പോയാൽ നോട്ട് എഴുതത്തില്ല. നിന്നെയൊക്കെ കോളേജിൽ അയച്ച് എന്നെ പറഞ്ഞാ മതി. ഇത് സ്വാതി, ഇതെന്റെ അച്ഛൻ റോണിച്ചൻ. ഹലോ. അത്തേക്ക് എനിക്ക് പോയിട്ട് അല്പം ധൃതിയുണ്ട്. കൂടുതൽ പോസ് കാണിക്കാതെ വരണം വരണം. ഓക്കെ. സ്വാതി, നിന്റെ കെമിസ്ട്രി നോട്ട്സും തരണേ. ഇരിക്കൂ, ഞാൻ അച്ഛനെ വിളിക്കാം. ശരി. പടി. കുട്ടിക്കാലം മുതലേ അനന്തു മിടുക്കനായിരുന്നു. നിത്യവൃത്തിക്ക് വകയില്ലാതിരുന്നിട്ടും അവനെ ഞാൻ പഠിപ്പിച്ചു. സത്യസന്ധനും ധീരനുമായ ഒരു കസ്റ്റംസ് ഓഫീസർ എന്നവൻ പേരെടുത്തപ്പോൾ ഞാൻ സന്തോഷിച്ചു. കള്ളക്കടത്തുകാർക്ക് അവനൊരു പേടിസ്വപ്നമായി മാറി. അവനെ ഒതുക്കാൻ വേണ്ടി അവർ എന്റെ മകളുടെ ഭർത്താവിനെ വെടിവെച്ചു കൊന്നു. വിധവയായ പെങ്ങളെ കണ്ടപ്പോൾ അവൻ തളർന്നില്ല. കള്ളക്കടത്തുകാരോടുള്ള വാശിയും വൈരാഗ്യവും വർദ്ധിച്ചതേയുള്ളൂ. ഒരു ദിവസം ഓഫീസിലേക്ക് പോയി അവൻ മടങ്ങി വന്നില്ല. പല അന്വേഷണങ്ങളും നടത്തിയെങ്കിലും എങ്ങോട്ട് പോയെന്നോ എന്ത് സംഭവിച്ചെന്നോ ആർക്കും ഒരറിവുമില്ല. ജീവിക്കാൻ മാർഗമില്ലാതെ നട്ടം തിരിയുന്ന അവസ്ഥയിലാണ് ബ്രിട്ടോയെ ഞാൻ പരിചയപ്പെട്ടത്. കള്ളക്കടത്തുകാരുടെ തടവിലകപ്പെട്ട അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ തരാമെന്ന് അയാൾ വാഗ്ദാനം ചെയ്തപ്പോൾ എന്റെ കുടുംബത്തിലെ പട്ടിണിയും കഷ്ടപ്പാടുമോർത്ത് അയാൾക്ക് വേണ്ടി കള്ളക്കടത്ത് നടത്താനും ഞാൻ തയ്യാറായി. പലപ്പോഴും എല്ലാവർക്കും വിഷം കലർത്തി കൊടുത്ത് ഒപ്പം ഞാനും ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് വരെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ കരുതും, അവൻ മടങ്ങി വരുമ്പോൾ ഞങ്ങളെ കാണാതെ വിഷമിക്കില്ലേ എന്ന്. ഞങ്ങളുടെ അനന്ത് വരും എന്നെങ്കിലും. അവൻ വരില്ലേ മോനെ? വരും, തീർച്ചയായും വരും. ആ പട്ടരുടെ കുടുംബത്തിന്റെ വേദനയും സങ്കടമൊക്കെ കണ്ടപ്പോ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. അറിയാതെ ആണെങ്കിലും ഞാൻ ഒറ്റ കൊടുത്തോണ്ട് അയാളെ പിടിച്ചത്. അത് വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പൊ തോന്നുന്നു. ഒന്നും മനഃപൂർവ്വമായിരുന്നില്ലല്ലോ. എന്നാലും എന്റെ മനസ്സിനൊരു കളയളിയ. കഴിഞ്ഞത് കഴിഞ്ഞു. നിനക്ക് അത്രയ്ക്ക് വിഷമമാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അയാളെ അയാളുടെ കുടുംബത്തെയും സഹായിക്കാം, നമുക്കാവുന്ന വിധത്തിൽ. അത് പോട്ടെ,
ഇന്ന് വൈകിട്ട് അലക്സിന്റെ സാധനം അരുമല ചെക്ക് പോസ്റ്റ് കടത്തി കൊടുക്കാൻ നീ ഏറ്റാ. ഓപ്പറേഷൻ വല്ലതും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെ? പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു വിഡി കസ്റ്റംസ് ഓഫീസർ നമ്മുടെ കസ്റ്റഡിയിലില്ലേ? അദ്ദേഹത്തിന്റെ സേവനം ഇക്കാര്യത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു. ഡിറ്റക്റ്റീവ് ആ പട്ടരുടെ വീട് വരെ എത്തിക്കഴിഞ്ഞു. ഏത് നിമിഷവും ഇവിടെ ഒരു റെയ്ഡ് പ്രതീക്ഷിക്കാം. ഇനി ഇവിടെ നമ്മൾ തങ്ങുന്നത് അപകടമാണ്. സാധനങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം. കറക്റ്റ്. നമുക്കെല്ലാം അപ്പാജിയുടെ ഇവിടെയുള്ള ബംഗ്ലാവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അതിന് വഴിയിലുള്ള ചെക്ക് പോസ്റ്റ് കടന്നു പോകണ്ടേ? വേണം. അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ് താൻ ചെയ്യണം. അയ്യോ, ഞാനോ? പിന്നെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എയർപോർട്ട് ഡ്യൂട്ടിയിലുള്ള ഞാൻ എങ്ങനെയാ ചെക്ക് പോസ്റ്റ് പോയി നിൽക്കുന്നേ? കോടിക്കണക്കിന് രൂപയുടെ സാധനം കൊണ്ട് തുലച്ചത് താനല്ലടോ. അതുകൊണ്ട് ഈ ഡ്യൂട്ടി താൻ തന്നെ ചെയ്യണം. യു ഹാവ് ടു ഡു ഇറ്റ്. ഇറ്റ്സ് എ മസ്റ്റ്. സാറേ, അപ്പൊ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ആകെ അടച്ചു മൂടിയ ഒരു വണ്ടിയിലായിരിക്കും അവർ വരിക. വണ്ടിയുടെ നമ്പർ? ആ, കള്ളക്കടത്തുകാരല്ലേ, അവർ ഏത് നമ്പറിലും വരാം. അതെ അതെ, കള്ളന്മാരല്ലേ? ഓക്കെ അപ്പൊ പറഞ്ഞതുപോലെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ആ പൊക്കെ പൊക്കെ, വിട്ടോ വിട്ടോ വിട്ടോ. ഗുഡ് ലക്ക്. മിക്കവാറും നാളത്തെ പടവാൾ ഒരു കലക്ക് കലക്കും. അടച്ചുമൂടിയ വണ്ടി എന്നൊക്കെ പറഞ്ഞ അടച്ചു മൂടിയ വണ്ടി അപ്പൊ പിടിക്കില്ലേ? പിടിക്കും. അതിനകത്തൊന്നും ഇല്ലെങ്കിൽ ചേടാ, മണ്ടൻ അരവിന്ദാക്ഷനെ പറ്റിക്കാനാണോ പ്രയാസം? നമ്മൾ ഉടനെ ഉൾട്ടടിക്കുന്നു. അമ്മാര് പെട്ടെന്ന് പ്ലാൻ മാറ്റി, പെട്ടെന്ന് റൂട്ട് മാറ്റി, ഇങ്ങനെ എന്തൊക്കെ. ഏതായാലും നമ്മുടെ സാധനം കസ്റ്റംസ് എസ്കോർട്ടോടുകൂടി സേഫ് ആയിട്ട് കടത്തിയല്ലോ. ഡോണ്ട് വറി, ബി ഹാപ്പി. താനെന്താ ഇവിടെ? സാറെന്താ ഇവിടെ? എയർപോർട്ട് ഡ്യൂട്ടി നോക്കേണ്ടത് എനിക്കെന്താണ് ഇവിടെ കാര്യമെന്നാണ് ഞാൻ ചോദിച്ചത്. അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. എനിക്ക് പല പല കാര്യങ്ങൾ കാണും. അതും തന്നോട് പറയേണ്ട കാര്യമില്ല. എനിക്കും പല 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 കാര്യങ്ങൾ കാണും. അതും സാറിനോട് പറയേണ്ട കാര്യമില്ല. എന്റെ അധീനതയുള്ള ചെക്ക് പോസ്റ്റ് ആയത്. ഈ ചെക്ക് പോസ്റ്റ് സാറിന്റെ അമ്മായിമ്മയുടെ വകയല്ലോ. അനാവശ്യം പറയരുത്. അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ അനാവശ്യമാണോ? എനിക്ക് ചില ഇൻഫർമേഷൻസ് കിട്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വരാനുള്ള സ്പെഷ്യൽ ഓർഡർ എനിക്കുണ്ട്. ആ ഇൻഫർമേഷൻ ഇങ്ങനെ തരാൻ നോക്കും. താൻ പുളുത്തുവന്ന് താനെന്നെ ഇൻസൾട്ട് ചെയ്യരുത്. സത്യം പറയുന്നത് ഇൻസൾട്ട് ആണെങ്കിൽ ഇനിയും പല പല ഇൻസൾട്ടുകൾ താൻ കേൾക്കേണ്ടി വരും. തനിക്കെതിരെ ഞാൻ കംപ്ലൈന്റ് ചെയ്യും. സൂക്ഷിച്ച് കംപ്ലൈന്റ് ചെയ്യണം, അല്ലെങ്കിൽ നാറും. ഞാനല്ലടോ താൻ. എടോ, തന്നെ ഞാൻ കാണിച്ചു തരാം. അരിഞ്ഞളை കാണിക്കാൻ നടക്കും. ഒരു വണ്ടി വരുന്നുണ്ടല്ലോ. ആ, ഇതാണ് റോണി പറഞ്ഞ അടച്ചുമൂടിയ വണ്ടി. ഇത് തന്നെയാണോ വണ്ടി? ഇത് തന്നെയാണ് വണ്ടി. ഡോക്യുമെന്റ്. ആ, വിട്ടേക്ക്. ഇവിടെ മരട്ടെ. എന്താ കാര്യം? എനിക്ക് വണ്ടി ഒന്ന് പരിശോധിക്കണം. ആ, പേപ്പേഴ്സ് കറക്റ്റ് ആണ്. ആയിക്കോട്ടെ, എന്നാലും വണ്ടി പരിശോധിക്കാൻ എന്താ തെറ്റ്? വണ്ടിയിലെന്താ? ക്യാഷ് നട്സാ ഫാക്ടറിയിൽ നിന്ന് ഷിപ്മെന്റ് കൊണ്ടുപോവാ. താൻ വണ്ടി എടുത്തോണ്ട് വിടും. ഇയാളെ കാര്യം ഞാൻ നോക്കണം. കവർ ഓഫ് ദി വെഹിക്കിൾ. നോ. ഷട്ട് അപ്പ്. കം ഓൺ, കവർ ഓഫ് ദി വെഹിക്കിൾ. കാർ പോണം. ഇറക്കടോ. കം ഓൺ. കഴിക്ക്. കം ഓൺ. ഇവിടെ ഇപ്പൊ എന്ത് പറയുന്നു സാർ? നാവിറങ്ങിപ്പോയോ? ഐ എം ഗോയിങ് ടു അറസ്റ്റ്. യു ആർ അണ്ടർ അറസ്റ്റ്. ടേക്ക് ഹിം അവേ. അപ്പോ ബാക്കി ടിന്നുകളിലും പാമ്പിൻ തോല് കാണുമല്ലോ. തീർച്ചയായിട്ടും കാണാം. ഒന്ന് പോസി, ഒന്ന് പോസി സർ. അങ്ങോട്ട് മാറ് മാറ് സർ. ഒന്ന് ready? Ready, smile sir. Ready? കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷന്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി. കോടിക്കണക്കിന് വിലമതിപ്പുള്ള പാമ്പിൻ തോൽ പിടിയിൽ. Ladies and gentlemen, എന്റെ കഠിന പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ ഈ ഇന്റർവ്യൂ ഞാൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. സർ, ഇവർ പടവാളിന്റെ മഹിളാ വിഭാഗം പ്രവർത്തകരാണ്. ഇത് മിസ് സുമം, ഹലോ. ഇത് മിസ് കുസുമം. ഹലോ. ഹലോ. കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിലെ
ഒരു ധീരനായ ഉദ്യോഗസ്ഥനാണ് സാറ്. മുമ്പ് ലക്ഷക്കണക്കിന് രൂപ വില മതിക്കുന്ന സ്വർണം സാറ് പിടിച്ചു. ഇപ്പോ ഇന്ത്യക്ക് വെളിയിലേക്ക് കടത്താൻ ഉദ്ദേശിച്ചിരുന്ന കോടിക്കണക്കിന് വില വരുന്ന പാമ്പും തോലും ബ്രൗൺ ഷുഗറും താങ്കൾ പിടിച്ചു. ഇതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് പബ്ലിസിറ്റിയിൽ വലിയ താല്പര്യമില്ല. എങ്കിലും നിങ്ങളൊക്കെ കൂടി നിർബന്ധിച്ചത് കൊണ്ട് ഫ്രണ്ട് പേജിൽ തന്നെ താങ്ങാം. ഈ പടവാളിന് ചോദിച്ചോ. പടവാളിന് വേണ്ടി ഞാനൊരു ചോദ്യം ചോദിച്ചു. ചോദിച്ചോളൂ. ഇത്തരം കേസുകൾ പിടിക്കാൻ സർക്കിളെ മറ്റാരെങ്കിലും ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അയ്യയ്യേ, ഇത്തരം നിസാര കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ആരെ ആശ്രയിക്കാറില്ല. എനിക്ക് 6th സെൻസ് ഉണ്ട്, അതായത് 6ാം ഇന്ദ്രിയം. സർ, ഇതേ ഇന്ദ്രിയമുള്ള മറ്റാരെങ്കിലും നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ടോ? ഇന്ത്യയിലേ ഇല്ല. പിന്നെ സ്കോട്ട്ലൻഡിൽ ഒരേ ഒരാളുണ്ട്, മിസ്റ്റർ റാങ് പോൾ ബെർട്ട്ലൂക്കോ ബെൽമോണ്ടോ ഫെർഡിനാൻഡോ. ഇത് 3 പേരാണോ? അല്ല, ഒരാളാ. ആ. ആ. അല്ല, ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് താങ്കൾക്ക് മറ്റാരോ ഇൻഫർമേഷൻ തരാറുണ്ട് എന്നാണല്ലോ. ഛേ, ശുദ്ധ നുണ. ഹിമാലയൻ ബ്ലണ്ടർ. ഹിമാലയൻ സാനുക്കളിൽ കഞ്ചാവ്. സോറി. ഹലോ, പ്ലീസ് ടേക്ക് അവേ. പിന്നെ വിളിക്കൂ. ഹിമാലയൻ സാനുക്കളിൽ കഞ്ചാവ് ടേക്ക് അവേ. എക്സ്ക്യൂസ് മീ. ഹലോ, ഞാൻ റോണി വിൻസെന്റ് ആണ്. അവിടെ ഇന്റർവ്യൂ നടക്കുകയാണല്ലേ? അതെ. ഞാൻ വളരെ അടുത്ത് തന്നെ ഉണ്ട്. അങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് വരണമെന്നില്ല. അല്ല, എങ്ങനെയാണ് ഇത്രയും കോടി രൂപയുടെ കള്ളക്കടത്ത് സാധനങ്ങൾ പിടിച്ചതെന്ന് നാട്ടുകാരും പത്രക്കാരും കൂടെ ഒന്ന് അറിയട്ടെ. അത് വേണോ? നാട്ടുകാരറിയണോ? സീനിയർ ഓഫീസർമാരുടെയും ജൂനിയർ ഓഫീസർമാരുടെയും മുമ്പിൽ വെറും ഒരു വട്ടപൂജ്യമായിരുന്ന നിങ്ങളുടെ സ്റ്റാറ്റസ് ഇത്രയും ഉയർത്തിയതാരാണെന്ന് അറിയാമോ? ഈ ഞാൻ. എന്താ മിസ്റ്റർ നിങ്ങൾക്ക് വേണ്ടത്? കഴിഞ്ഞ 2 തവണ ഞാൻ നിങ്ങൾക്ക് തന്ന ഇൻഫർമേഷനിലൂടെ കള്ളക്കടത്തുകാരെ പിടിച്ചതിന്റെ റിവാർഡ് എത്രയും പെട്ടെന്ന് എനിക്ക് കിട്ടണം. ചില പേപ്പറുകൾ നീങ്ങാനുള്ള കാലതാമസമാ. സർക്കാർ കാര്യമല്ലേ. ഇതങ്ങനെ മുറ പോലെ നടക്കണ്ട. പല പല ഓഫീസർമാരും എന്നെ അന്വേഷിച്ചു വന്നു തുടങ്ങി. തുകയുടെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനമായില്ലെങ്കിൽ ഞാൻ ഇനിയുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരൂല്ല, അവർക്ക് കൈമാറും. അത് വേണ്ട, അത് നടപ്പില്ല. പിന്നൊരു കാര്യം, നമ്മൾ തമ്മിൽ സംസാരിച്ചത് മുഴുവൻ ഞാൻ ടേപ്പ് ചെയ്തിട്ടുണ്ട്. കുതുകാല് വെട്ടിയാൽ നാളെ ഇത് നാട്ടുകാരും പത്രക്കാരും അറിയും. വെറുതെ നാറരുത് മിസ്റ്റർ അരവിന്ദാക്ഷൻ. ഇല്ല. എന്തു പറ്റി സാർ? എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ശ്രമം. തെളിവുകൾ നശിപ്പിക്കാമെങ്കിൽ 1 കോടി രൂപ തരാമെന്ന് ഡൽഹിയിൽ നിന്ന് ഒരു മിസ്റ്റർ IJK മഥാബ് വിളിച്ചിരിക്കുന്നു. മത്താപ്പോ പടക്ക കച്ചവടക്കാരൻ? അല്ല മിസ്റ്റർ മത്താബ്. ആ, അടുത്തതായി മർമ്മപ്രധാനമായ ഒരു ചോദ്യം. ഇനി ഒരിക്കലാകാം. ആക്കാം. പറശ്ശിനിക്കടവ് പാമ്പ് വളർത്തു കേന്ദ്രം തകർക്കുകയും മിണ്ടാപ്രാണികളെ ചുട്ടുകരിക്കുകയും ചെയ്തവർക്കെതിരെ കർശനമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു. 3 കോടി രൂപ വിലമതിപ്പുള്ള പാമ്പും തോലും ബ്രൗൺ ഷുഗറും വിദേശത്തേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ അതിവിദഗ്ധമായി കള്ളക്കടത്തുകാരെ പിടികൂടിയ കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് തനിക്ക് കാശ് തരുന്നതിലും ഭേദം ആ അരവിന്ദാക്ഷന് കൊടുക്കായിരുന്നു. എന്നാ പിന്നെ ഇനി മുതൽ അങ്ങനെ അങ്ങ് ചെയ്തോ? ചേടാ, അവൻ ചെക്ക് പോസ്റ്റിൽ പോലീസുമായി വന്ന് സംഗതി കുഴപ്പിക്കുമെന്ന് ഞാൻ അറിഞ്ഞോ? താൻ അയാളുടെ സീനിയർ അല്ലേ എന്ന് വിചാരിച്ചു. കറക്റ്റ് ടൈമിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ അവൻ വണ്ടി പിടിക്കില്ലായിരുന്നു. എന്റെ അനിയൻ ഡാനിയിൽ അകത്താവില്ലായിരുന്നു. ഇതിൽ കൂടുതൽ ഇടപെട്ടിരുന്നെങ്കിൽ ഞാനും കൂടി അകത്തായനെ. ഹലോ, நான் காளியப்பா பேசுறேன். உன் மடத்தனத்தால தொலைஞ்சது 1 2 இல்ல, 4 கோடி ரூபாய். 4 கோடி. അല്ല, അത് திருப்பி பேசாத. நாளைக்கு நான் அங்க வரேன். அங்க வந்து உன்கிட்ட பேசிக்கிறேன். ആരാ? കാളിയപ്പാജിയാ. നാളെ ഇങ്ങോട്ട് വരുന്നു. അല്ല, എന്താ മിസ് സാരാ സക്രിയാക്കി ഒരു ആലോചന? വേണ്ട വേണ്ട, എത്ര നേരം ഞാനിവിടെ വന്നിട്ടെന്നറിയോ? ഞാൻ വരുന്നതിന് കുറച്ചു മുമ്പായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഈ ആണുങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാ. ഒരു പെണ്ണിന്റെ സ്നേഹം പിടിച്ചു പറ്റുന്നവരെ അവളുടെ പിന്നാലെ കൂടും. അവളൊന്ന് യേസ് മൂളിയോ, പിന്നെ ഈ കക്ഷികളെ കണ്ടുപിടിക്കണമെങ്കിൽ വലയും വീശി നടക്കണം. ഈ പറഞ്ഞത് ചിലരുടെ കാര്യത്തിൽ സത്യമാണ്, എന്നാൽ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. താര എത്തുന്നതിന് മുമ്പേ ഞാൻ എത്തണമെന്ന് കരുതിയതാ. പക്ഷെ വരുന്ന വഴി ടയറൊന്ന് പഞ്ചറായോ എന്നൊരു സംശയം. അപ്പൊ സംശയമുള്ളൂ. അല്ല, സംശയം യാഥാർത്ഥ്യമായി. പഞ്ചറായി. പിന്നെ ഇറങ്ങി ജാക്കി വെച്ച് നട്ടൂരി വീലൂരി സ്റ്റെപ്പിനി മതി എടുത്ത് മതി, എനിക്കൊന്നും കേൾക്കണ്ട.
അല്ല ഞാൻ വരുമ്പോ വളരെ കൂലങ്കഷമായി ആലോചിക്കുന്നുണ്ട്. എന്താണ് അത് എന്താണ്? അത് നമ്മുടെ ആദ്യത്തെ കുഞ്ഞിന് എന്ത് പേരിടണമെന്ന് ആലോചിക്കായിരുന്നു. അതിനി എത്ര നാള് കിടക്കുന്നു. അല്ല, കാർഡ് അടിക്കണം, ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം, ആൾക്കാരെ വിളിക്കണം, കല്യാണം കഴിക്കണം, ഹണിമൂൺ കഴിയണം. അതിനിടെ തന്നെ മതി മതി, പേര് പറയുന്നില്ലയോ? ഓക്കെ, ഇതൊക്കെ നിസ്സാര കാര്യങ്ങളല്ലേ. എത്ര പേര് വേണം? എന്നാ ഒരു 5-6 സ്റ്റൈലും പേരുകൾ പറഞ്ഞേ കേൾക്കട്ടെ. പേരുകളെന്ന് പറയുമ്പോ ആണിന്റെ പേര് വേണോ പെണ്ണിന്റെ പേര് വേണോ? നമ്മുടെ കുഞ്ഞ് ആണോ പെണ്ണോന്ന് ഇപ്പൊ തീരുമാനിക്കാൻ പറ്റുമോ? ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇടാൻ പറ്റിയ പേരുകൾ പറ. ഓക്കെ, എന്നാ പിടിച്ചോ. ആണിനാണെങ്കിൽ ഒരു സ്റ്റൈലും പേരുണ്ട്. ആ പേരിനെ വെല്ലാം വേറെ പേരേ ഇല്ല. എന്താ എന്താ പറയട്ടെ, ആ വീരപ്പൻ. അയ്യോ. അല്ല, വേറെ പേരുണ്ട്. കടോൽക്കജൻ, രാവണൻ, കുംഭകർണൻ, യൂദാസ്. പെണ്ണിനാണെങ്കിൽ വേറെ ശൈലം പേരുണ്ട്. എന്താ? ശൂർപ്പണക, താടക, മണ്ടോദരി, ഇടുമ്പി. കൊള്ളാല്ലേ?